നമുക്ക് കമൻറ്റ് ബോക്സിൽ ഒരുപാട് വരുന്ന റിക്വസ്റ്റാണ്. അതായത് ഈ വായിച്ച് തുടങ്ങുന്ന ആൾക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് നോവൽസ് സജസ്റ്റ് ചെയ്യുന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ്. ഒരു 2 സിമ്പിൾ ആയിട്ടുള്ള നോവൽസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളിവിടെ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിശാൽ എന്നാണ്. മൈൻഡ്, മണി, മാനർ, മൂവ്മെന്റ് ഈ 4 കാര്യങ്ങൾ റിലേറ്റഡ് കാര്യങ്ങളായിട്ട് നമ്മൾ ഈ ചാനൽ സംസാരിക്കുന്നുണ്ടാവുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് യുവർ ടൈം ലെറ്റ്സ് ഗോ. അവിടെ ഞാൻ 2 പുസ്തകങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ഈ 2 നിങ്ങൾ എന്തായാലും കേൾക്കാൻ സാധ്യതയില്ലാത്ത ബുക്കാണ്. കാരണം ഈ 2 അത്ര പോപ്പുലർ അല്ലാത്ത അധികം പോപ്പുലാരിറ്റി കിട്ടാത്ത 2 പുസ്തകങ്ങളാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. പക്ഷേ നല്ല നമുക്ക് എൻഗേജിങ് ആയിക്കൊണ്ട് നമ്മളെ ആ ഒരു ബുക്കിലൂടെ കംപ്ലീറ്റ്ലി കൊണ്ടുപോകുന്ന ടൈപ്പ് 2 പുസ്തകങ്ങളാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഈ 2 ബുക്കും എനിക്ക് ഇതിൻ്റെ ഓതേഴ്സ് അങ്ങ് ഡയറക്റ്റ് അയച്ചു തന്ന ബുക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഓതേഴ്സിനെയും ഇവരൊക്കെ നമ്മൾ എന്താക്കണം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഓൾറെഡി ഇതിൽ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയ ബുക്കാണ് 7 ലിറ്റിൽ മങ്കീസ് എന്ന് പറയുന്നത് ബി ബി ജോണിൻ്റെതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുള്ളൊരു ബുക്കാണ് ഈ ഒരു 7 ലിറ്റിൽ മങ്കീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എന്താക്കുക ഒന്ന് വായിച്ച് നോക്കുക. കാരണം ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ ഒരു പുസ്തകം വായിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറി, അതിൻ്റെ ആ ഒരു സസ്പെൻസ്, അതിൻ്റെ ത്രില്ലിങ് അതൊക്കെ എൻജോയ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു തുടങ്ങേണ്ട ഒരു ബുക്കാണ് 7 ലിറ്റിൽ മങ്കീസ് എന്നുള്ളത്. അപ്പോൾ ഇതെന്താക്കുക നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ബുക്കാണ്. രണ്ടാമത്തെ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ വായിച്ചു കഴിഞ്ഞൊരു ബുക്കാണ്. അത് അൽഅമീൻ ഹസൻ എന്നുള്ള ഒരു ഓഥർ എഴുതിയിട്ടുള്ളതാണ്. ഇതും എനിക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ കോൺടാക്ട് ചെയ്തിട്ട് അത് എനിക്ക് ഡയറക്റ്റ്ലി അയച്ചൊരു ബുക്കാണ്. ഇത് ഒരിടം തേടി നടന്ന ബുക്കാണ്. അതായത് ഒരു ലവ് സ്റ്റോറിയാണ് ആക്ച്വലി ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു മൂഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നഷ്ടപ്പെട അങ്ങനത്തെ ഒക്കെ ആ ഒരു മൂഡ് പിടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വായിച്ചു തുടങ്ങാൻ പറ്റിയ ബുക്കാണ് ഒരിടം തേടി എന്ന് പറയുന്നത്. ഇത് വായിക്കുന്ന 2 ആൾക്കാരും വായനയിലൂടെ തുടങ്ങിയിട്ട് പല സന്ദർഭങ്ങൾ കൊണ്ടും ഒന്നിക്കാൻ പറ്റാത്ത 2 ആൾക്കാരുടെ ഒരു കഥയാണ് ഈ ഒരു ഒരിടം തേടി എന്ന് പറയുന്ന പുസ്തകം. ഇത് രണ്ടും നിങ്ങൾ ഒന്നിരുന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ തീർക്കാൻ പറ്റുന്ന 2 പുസ്തകങ്ങളാണ്. ഞാൻ 2 ബുക്ക് കൂടെ സജസ്റ്റ് ചെയ്യാൻ കാരണം ഒന്ന് നമുക്ക് നമ്പർ ഓഫ് പേജസ് എന്താണ് കുറവാണ്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ പ്രൈസും വളരെ കുറവാണ്. ഒരു 150 ആവറേജ് രണ്ടിനും വരുന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്പർ ഓഫ് പേജസ് കുറവുള്ള ബുക്കുകൾ വായിച്ചു തുടങ്ങുക. 2 നമുക്ക് നോവൽസ് ഒക്കെ വായിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ ആദ്യമേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ബുക്കുകൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള നോവൽസും കഥകളും വായിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഒരുപാട് ഹുക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള ബുക്കുകൾ എപ്പോഴും വായിക്കുക. അല്ലെങ്കിൽ നമുക്ക് ആ വായിക്കുന്ന സമയത്ത് നമുക്കൊരു സ്റ്റോറി നമ്മുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബുക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് വായിക്കുന്ന ആ ഒരു ഹാബിറ്റിനോട് എന്ത് വരും, ഒരു ബുക്ക് വായിക്കുന്ന ശീലത്തിനോട് നമുക്ക് എന്ത് വരും, ഒരു ഇഷ്ടം വരും. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലൊരു ഇഷ്ടം വരുത്താൻ പറ്റേണ്ട ബുക്കാണ് ഈ 2 ബുക്ക് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങിയ ആൾക്കാർക്ക് 2 ബുക്ക് വാങ്ങാൻ പറ്റും. അപ്പം ഈ 2 ബുക്കാണ് നിങ്ങൾ എന്താക്കാം ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് 2 ബുക്ക് അവർക്ക് അയച്ചതിനെ കൊണ്ട് ഞാൻ ഈ ഒരു ചാനൽ ഇട്ടുന്നുള്ളൂ. ഞാൻ വായിച്ചതിന് ശേഷം എനിക്ക് ചാനൽ ഇട്ടുന്നുള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ബുക്കിൻ്റെ റിവ്യൂസും അല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ